ഞാനും ഭാര്യയും അഡ്വക്കേറ്റ് എ ജയകുമാറും കുടുംബവും 29/3/2025 മൂന്നാർ കുണ്ടള എന്ന സ്ഥലത്ത് കുണ്ടള ഡാമിനും മാട്ടുപ്പെട്ടി ഡാമിനും ഇടയിലുള്ള സാൻഡോസ് മിസ്റ്റി കോട്ടേജ് എന്ന ഹോം സ്റ്റേയിൽ താമസിച്ചു. ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്നും തിരിച്ചു. മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ് കുണ്ടള ഡാമിന് മുൻപായി ഇടത്തോട്ട് ഒരു സെമി ഓഫ് റോഡ് വഴിയിലൂടെ ഏകദേശം 2 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ഈ കോട്ടയിലെത്താൻ. ഒരു ഉൾപ്രദേശമാണ്. അവിടാണ് ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും യൂക്കാലി മരങ്ങളാണ്. ഈ ഹോം സ്റ്റേയുടെ കാര്യസ്ഥൻ അമ്പാടി എന്ന ചെറുപ്പക്കാരാണ്. വളരെ നല്ല ഇടപെടലാണ്. ഞങ്ങൾ 29 ചെയ്യുന്നു. 30 മൂന്നാറൊക്കെ കറങ്ങി 31 തിരിച്ചു പോരുന്നത്. അമ്പാടിയുടെ നമ്പർ 9496338521. ഞാനിവിടെ എഴുതുകയും ചെയ്യാം. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾ മൂന്നാറിൽ വന്ന് താമസിച്ചത് കുണ്ടള സാൻഡോസ് മിസ്റ്റി കോട്ടേജിലാണ്. സാൻഡോസ് മിസ്റ്റി കോട്ടേജ്. ഞങ്ങൾ ഇവിടെ അടുത്ത് ഒരു ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട്. ഇവിടുത്തെ ഈ അന്തരീക്ഷം വളരെ ഒട്ടും ജനബാഹുല്യമില്ലാത്ത ഒരു റിമോട്ട് പ്ലേസാണ്. കുണ്ടള ഡാമിൻ്റെയും മാട്ടുപ്പെട്ടി ഡാമിൻ്റെയും ഇടയിലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ താമസിച്ചത്. ഞങ്ങൾ ഡാമിൻ്റെ ആ ക്യാച്ച്മെൻറ്റ് ഏരിയയിലേക്ക് പോവുകയാണ്. ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ഇവിടെ വരെയുണ്ട്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ. മാട്ടുപ്പെട്ടി ഡാം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ താഴെയാണ്. കുണ്ടള ഡാം മുകളിലും. ഇതെല്ലാം യൂക്കാലിയുടെ ഒരു ഇനമായ തടിയാണ്. 5 വർഷം കൊണ്ട് വലിയ ഉയരത്തിലുള്ള തടിയാവും. 7 വർഷം കൊണ്ട് ഇത് മുറിച്ച് മാറ്റാം. വെള്ളത്തടിയാണ്. ഇത് പേപ്പറിനും പ്ലൈവുഡ് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് ഒത്തിരിയും ജലം വലിച്ചെടുക്കുന്ന വൃക്ഷമാണ്. പ്രകൃതിക്ക് ദോഷമായ വൃക്ഷം തന്നെയാണ്. പക്ഷേ ഇത്രയും പെട്ടെന്ന് വളരുന്ന ഒരു മരം മറ്റൊന്നുമില്ല. നമുക്ക് വളരെ ഏറെ പേപ്പറിനും പ്ലൈവുഡിനും ഒക്കെ ആവശ്യമുള്ളതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ ഇത്തരം തടികൾ മരങ്ങൾ വളർത്തിയെടുത്താൽ അതിനൊക്കെ പ്രയോജനം ചെയ്യും. ഞാനും ജയകുമാറും ബാ നിങ്ങളെല്ലാം ഒന്ന് കാണട്ടെ. അബ്രപാളികൾ ബാ. ജയകുമാർ സാറേ, ജയകുമാർ സാറ് വളരെയേറെ സന്തോഷവാനാണ്. അദ്ദേഹം എന്നോടൊപ്പം വന്നതിൽ അദ്ദേഹം വളരെ കൃതാർത്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കൃതാർത്ഥ്യം ആ മുഖത്ത് വിളങ്ങുന്നുണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. ഒരുപോലെ കണ്ണുടയ്ക്കാതെ ഞങ്ങളെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജയകുമാർ സാർ. അദ്ദേഹത്തിൻ്റെ ആ ഉത്തരവാദിത്വം. ജയകുമാർ സാറിൻ്റെ മോള്, എൻ്റെ ഭാര്യ, എല്ലാവരും ഉണ്ട്. എൻ്റെ മോള്, എൻ്റെ ഭാര്യ എല്ലാം തന്നെ എൻ്റെ പുറകെ നടക്കുന്ന ശ്രീലത ആറാണ്. ഞങ്ങൾ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിലേക്ക് പോവാം. നമ്മളെ നയിക്കുന്നവളെ വേണ്ട. ഇവന് ഞങ്ങൾ ആഹാരം കൊടുത്തു. അതുകൊണ്ട് അതിൻ്റെ നന്ദിയാണ് അവൻ കാണിക്കുന്നത്. ഞങ്ങളോടൊപ്പം അവിടെ ആ വീട്ടിലെ നായയാണ്. അവന് ഞങ്ങളെ കൊണ്ട് പോവുക, അവിടെ കാണിക്കാൻ കൊണ്ടുപോവുക. നല്ല സ്നേഹമുള്ള ശ്വാനനാണ്. അവൻ്റെ നടപ്പ് കണ്ട, കുണ്ടിയൊക്കെ കുലിക്കുള്ള നടപ്പ്. ഇവനെ ഇടയ്ക്കിടയ്ക്ക് പന്നി കുത്തും. ഇവിടെ പന്നികൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് കുത്തും. അവനെ നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെ വരും. അപ്പം നായയുടെ സ്നേഹം അതാണ് കേട്ടോ. ഞങ്ങൾ 2 ദിവസം ആഹാരം 2 ദിവസം ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ.
ഇത് ഒരു വനത്തിനടുത്ത് വനത്തിനുള്ളിൽ താമസിക്കുന്ന പ്രതീതിയാണ് ഇവിടെ. ഇപ്പോഴാ അവൻ്റെ അറിയാൻ വഴി കേട്ടോ. മോനെ എവിടെയാണോ ഞങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നീ? അവിടെയും പെടുത്തു വെക്കുക. എൻ്റെ വഴി തെറ്റായിരിക്കാനാ. എല്ലായിടത്തും അല്പാൽപ്പം മൂത്രം ഒഴിച്ച് വെക്കുക. കണ്ടോ? പിടിക്കണം. അല്പാൽപ്പം പിടിച്ചു വെക്കുക. ഇവിടെ നേരത്തെ വരേണ്ടിയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ശാന്തി മാഡം ജയകുമാറിൻ്റെ സഹധർമ്മിണി. ധർമ്മത്തിൽ സഹായി നിൽക്കുന്നവൾ. വിശാലമായ സ്ഥലം. ഡാമിൽ വെള്ളം കുറവായോണ്ടായിരിക്കാം. ശരിയാ, ഇവിടെ പകലൊക്കെ ഇവിടെ വന്നിരിക്കേണ്ടിയായിരുന്നു ഇല്ലയോ? ഇപ്പം ഇന്നലെ പിടിക്കാൻ പറ്റത്തില്ലോ. കണ്ടോ? വളരെ സുന്ദരമായ സ്ഥലം. ബാ ഞങ്ങളുടെ കാവൽ നായ അവിടെ പോകുന്നുണ്ട്. നമ്മളെ കാണിക്കാൻ വരുന്നതാവില്ല. അവിടെ എല്ലാം പെടുത്തു വെക്കുക കേട്ടോ. കേട്ടോ, വഴി മറന്നു വാരിക്കാൻ വേണ്ടിയാണ്. മണ്ണും വാരിയിട്ടു. അവിടെയൊക്കെ പശുക്കൾ മേയുന്നുണ്ട്. വിശാല നീല വിണ്ണില ഞുലഞ്ഞലഞ്ഞനുഗ്രഹം. ഇന്നലെ പുൽത്തടി. പക്ഷെ ഇവിടെ നമുക്ക് വരാൻ പറ്റിയില്ല ഇന്നലെയൊക്കെ. അതിനാണ് വൈകുന്നേരം വരാൻ തോന്നുന്നത്. പക്ഷെ ഇത്രയും മനോഹരമാണെന്ന് നമ്മൾ കരുതിയില്ല. നല്ല കാറ്റുണ്ട്. അമ്പാടിയുടെ യഥാർത്ഥ പേരെന്ത്? അമ്പാടി അമ്പാടി. പശുക്കളൊക്കെ മെയിനായിട്ട് പശുക്കൾ. വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ല രസമായിരിക്കും. വൈകുന്നേരത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. രണ്ട് വനിതകൾ മന്ദം വരുന്നുണ്ട്. ശാന്തി വനിതയും ശ്രീലത വനിതയും. എൻ്റെ അച്ഛനും മോളുമായിട്ടുള്ള ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാം. മോളെ കൊണ്ടുവന്നതിൻ്റെ സന്തോഷം മോക്ക്. ഇത്രയും കാശ് മുടക്കി കൊണ്ടുവന്നൊക്കെ ഇന്ന് കണക്ക് പറയുന്ന കേട്ടു. ആരാ? അച്ഛൻ. കുയ് നോക്കത്തില്ല, വലിയ പോലീസാ. ദൂരെ ആൾക്കാരെന്തോ ചെയ്യുക. ഒരു മീൻ പിടിക്കുമായിരിക്കും, ചൂണ്ടയിടുമായിരിക്കും.
ഡാമിലേക്ക് വരുന്നൊരു അരുവിയാണ്. ഇങ്ങനെ വരുന്ന അരുവികളാണ് ഡാം നിറയ്ക്കുന്നത്. ഇവിടെ എല്ലാം വെള്ളം കയറുന്ന സ്ഥലം. അതുകൊണ്ട് അവിടെ പാട് കണ്ടോ? പാട് കണ്ടോ? നല്ല ദൃശ്യമാണ്. എങ്ങനെയുണ്ട് നമ്മുടെ യാത്രയെ പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ്? വളരെ നല്ല യാത്രയായിരുന്നു. വളരെ മനോഹരമായ ദൃശ്യങ്ങളായിരുന്നു. പിന്നെ നിങ്ങൾ കാശൊന്നും മുടക്കില്ലല്ലോ? ഇഷ്ടമായ നിങ്ങൾ ആഹാരമായിരുന്നു. കാശൊന്നും മുടക്കില്ലല്ലോ? കാശോ? ഞാൻ മുന്നേ പൊതുവിന് മുടക്കിയില്ല ഇതുവരെ. ഇപ്പൊ 200 രൂപ മുടക്കിയത്. നീ ഇവനെ കുത്തിന് പിടിച്ചൊരു വാങ്ങിയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ പറയാം അവൻ്റെ ATM വർക്ക് ചെയ്തില്ല, അവൻ്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ലെന്നൊക്കെ പറയും. ഇവനെ ഞങ്ങളോടൊപ്പം വന്ന് ഞങ്ങളെ ഡാമിൻ്റെ ഭാഗം കാണിച്ച് ക്ഷീണിച്ച് അവിടുന്ന് വെള്ളവും കുടിച്ച് മോനെ ക്ഷീണിച്ച് വന്ന് കിടക്കുക പാവം. ഇനിയും ഞങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാൻ ഇഷ്ടംപോലെ ചിക്കനൊക്കെ തരാം കേട്ടോ. 2025 മാർച്ച് മാസം 29-ാം തീയതി ഞങ്ങൾ മൂന്നാർ കുണ്ടളയിൽ വന്ന് താമസമാക്കി. അവിടുന്ന് 30-ാം തീയതി രാവിലെ ഒരു ജീപ്പ് വാടകയ്ക്കെടുത്തു. 3000 രൂപയായിരുന്നു വാടക. പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി വാടകയ്ക്കെടുത്തു. ഞാനും ജയകുമാറും കുടുംബവും ഞാനും ഭാര്യയുമായി കുണ്ടൽ ഡാമിലേക്കാണ് ആദ്യം പോകുന്നത്. കുണ്ടളയിലാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ ഒരു റിസോർട്ടിലാണ് താമസിച്ചത്. അവിടുന്ന് ഞങ്ങൾ കുണ്ടളയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. മൂന്നാറിലെ ഇതുപോലുള്ള സൗന്ദര്യമുള്ള സ്ഥലങ്ങൾ വളരെ അപൂർവമാണ്. ഇതിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് നമ്മുടെ ജയകുമാർ പുറകിലിരിക്കുക, പേടിച്ചിരിക്കുക. പുള്ളിക്ക് കയറ്റം പേടിയാണ്. കുണ്ടള ഡാമിലേക്കാണ് പോകുന്നത്. പേരെന്താ? നമ്മുടെ പേരെന്താ? രഘു ആണ് ഞങ്ങളുടെ സാരഥി. ഞങ്ങളെ കുണ്ടള ഡാമിലേക്ക് പോയാണ്. കുണ്ടള ഡാം ഇവിടുന്ന് 5.5 കിലോമീറ്റേഴ്സ്, 500 മീറ്റർ. മനസ്സിലായി. ഇവിടെ ബോട്ടിംഗ് ഉണ്ടോ? ബോട്ടിംഗ് ഉണ്ടോ? ചവിട്ടുപൊട്ടല്ലോ, ചവിട്ടുപൊട്ടേ പോലെയാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എന്തുവാന്ന് നോക്കിയാൽ ഞാൻ ചെയ്യും. അതിനും കാണാം. ഇവിടെ ചവിട്ടുപോട്ട് പറ്റുമെങ്കിൽ ചവിട്ടുപോട്ട് വന്നു. ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഉണ്ണിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമല്ല. ഇല്ലേ ഉണ്ണി? ഹലോ ഹലോ കുണ്ടള ഡാമിലെത്തി. ജയകുമാറാണ് ഞങ്ങളെ നയിക്കുന്നത്. കണ്ടോ? ധീര വീര ജയകുമാറെ, ധീരതയോടെ നയിച്ചോളൂ, 5-6 പിന്നാലെ. ജയകുമാറെ അബ്രപാളിയിൽ വരണ്ടേ? കണ്ടാ കുറെ വന്നതിന്റെ ക്ഷീണം ഇപ്പോഴും മാറി. പിന്നെ ഞാനായിട്ടൊക്കെ സഹിക്കുമല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല.
കണ്ടാ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ടോ, ഒരു ചക്രം കറങ്ങുന്നുണ്ടോ? അതാണ് കുണ്ടള ഡാം. ഇതാണ് ഷട്ടർ തുറക്കുന്ന സാധനം. ഇല്ലേ? ഉണ്ണി ചവിട്ടുപൊട്ട് ചവിട്ടുപൊട്ട്. മാംഗോ ചോക്ലേറ്റ്, മാംഗോ ചോക്ലേറ്റ്. എന്തോ കുണ്ടള ഡാമിൽ ഇങ്ങനെ പറങ്ങാണ്ടിയൊക്കെ വറുത്ത് വിൽക്കുന്നുണ്ട്. അത് വാങ്ങി കഴിക്കരുത്. ഇതെങ്ങനെ വറക്കുന്നു എന്നൊന്നും ഒരു പിടിയുമില്ല. പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് വറക്കുന്നതാണ് പറയുന്നത്. എന്താ പറയുന്നു? അച്ഛൻ്റെ അമ്മ അങ്ങ് ഫാഷൻകാരിയായി. ഭയങ്കര കൊടുത്തോ? കുണ്ടള ഡാമിൻ്റെ ഒരു കാഴ്ചയുണ്ട്. പിന്നെ ഉള്ളത് ബോട്ട്, പെഡലിംഗ് ബോട്ട് ഇല്ലയോ? പെഡൽ ബോട്ട് തന്നെത്താൻ ചവിട്ടണം, മറ്റാരും ചവിട്ടത്തില്ല. ആൾക്കാർക്ക് കണ്ടോ? ലതയും ശാന്തിയും ബാഗ് വാങ്ങിച്ചു. ഞാനും ഭാര്യയും അഡ്വക്കേറ്റ് എ ജയകുമാറും ഭാര്യയും മകളും 2025 മാർച്ച് മാസം 29 മൂന്നാറിലെത്തി. മൂന്നാറിൽ കുണ്ടള ഡാമിന് താഴെയായിട്ട് ഒരിടത്ത് ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു. 30 രാവിലെ ഞങ്ങൾ ജീപ്പ് വാടകയ്ക്കെടുത്തു. വാടകയ്ക്കെടുത്തിട്ട് ആദ്യം കുണ്ടള ഡാം കണ്ടു. കുണ്ടള ഡാം കണ്ട ശേഷം ജീപ്പിൽ തന്നെ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ വരുമ്പോൾ മൂന്നാറിൽ നിന്നും ആദ്യം മാട്ടുപ്പെട്ടി ഡാം, പിന്നെ അത് കഴിഞ്ഞ് കുണ്ടള ഡാം, അത് കഴിഞ്ഞ് ടോപ്പ് സ്റ്റേഷൻ. അങ്ങനെയാണ് വഴി. അന്നേരം ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഈ വഴിയാണ് കാണുന്നത്. പലയിടങ്ങളിലും തമിഴ്നാടും കേരളവുമായിട്ട് ഉള്ള സ്ഥലങ്ങളുണ്ട്. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡറാണ്. നല്ല രസകരമായ സ്ഥലമാണ്, നല്ല കാലാവസ്ഥയാണ്. ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, മൂന്നാറിൻ്റെ ഏറ്റവും ഉയർന്നു കിടക്കുന്ന സ്ഥലമാണ്.
ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ബോഡി ജനി കാണുന്ന അവിടെ ആ മഞ്ഞ് മിസ്റ്റ് കാരണം കൊണ്ടാ കാണാത്തത്. അതെന്താ ബോഡി തേനി എന്ന് പറയുന്നത്. ബോഡി തേനിയൊക്കെ തേനി താഴെയാ. അത് അവിടെ കമ്പംമെട്ട് ഇതിനപ്പുറത്ത്. ബോഡിമെട്ട് എന്തോ ഉയർത്താണല്ലോ. ബോഡിമെട്ട് ഇതിനപ്പുറത്താ. ബോഡിമെട്ട് കൊളുക്കുമല എസ്റ്റേറ്റ് അതാ. ഏതാ? കൊളുക്കുമല എസ്റ്റേറ്റ്. കൊളുക്കുമല. കൊളുക്കുമല എസ്റ്റേറ്റ് അവിടെ. അവിടെ തന്നെ അതാ കൊളുക്കുമല. ടോപ്പ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. ഞാനും ഭാര്യയും ഞങ്ങൾ സന്തോഷകരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ടോപ്പ് സ്റ്റേഷനിൽ ഞങ്ങൾ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തോ കുളുക്കുമല, പിന്നെ വേറെ ഒന്നും, പിന്നെ ബോഡിമെട്ട് മലകളൊക്കെ കാണാം. നമുക്ക് ഏതാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാലും നല്ല മലകളുണ്ട്, നല്ല ദൃശ്യങ്ങളാണ് ഇവിടെ. നല്ല ദൃശ്യങ്ങളാണ്. ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിലെത്തി. ടിക്കറ്റ് ഉണ്ടോ? അപ്പുറത്ത് ടിക്കറ്റ്. ടോപ്പ് സ്റ്റേഷനിലെത്തി. ഇവിടെ ടിക്കറ്റ് ഇവിടെ. പണ്ട് ദാസാറും ഞങ്ങളെല്ലാം കൂടെ വന്ന. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ. അവരെന്ത് പണ്ടിവിടെ കടയൊന്നുമില്ലായിരുന്നു കേട്ടോ. പണ്ടിവിടെ കടയൊന്നുമില്ലായിരുന്നു. പണ്ട് ഇവിടെ
ഇല്ല. തീർന്നില്ല. പണ്ടേ ഇവിടെ ഈ കടകളില്ലായിരുന്നു. ഇല്ലായിരുന്നു. ഇന്നലെ നമുക്ക് സത്യം പറയാൻ ബോറടിക്കുമായിരുന്നു. അമ്മ കൊട്ട വലിച്ചറിഞ്ഞു. അന്ന് ഇതുണ്ടായിരുന്നു. വല്ലതേ കളർ വെച്ചാ ആ വ്യൂ പോയിന്റിൻ്റെ താഴെ ഒരു സ്ഥലം കൂടെ ഉണ്ട്. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആ ടവറിൻ്റെ में ഈ ഭാഗം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ ഭാഗം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് 20 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ടിക്കറ്റൊന്നുമില്ല. നല്ല ദൃശ്യമാണ്. ഇവിടെയാണ് ചിലത്. ഇതാണിതിൻ്റെ അവസാനം.
ടോപ്പ് സ്റ്റേഷൻ്റെ വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ സ്ഥലമാണ്. സാധാരണ ആൾക്കാർ ഇവിടെ അധികം വരാറില്ല. കുറേയേറെ നടക്കണം കേട്ടോ, കേട്ടോ, കുറേയേറെ നടക്കണം. ജയകുമാറുമൊക്കെ മുകളിൽ നിന്നു. ജയകുമാറിൻ്റെ ഭാര്യ, എൻ്റെ ഭാര്യയൊക്കെ ഇടയ്ക്ക് നിന്നു, ഞാൻ മാത്രം. ഞങ്ങൾ മൂന്നാർ കാഴ്ചകൾ കാണാൻ വന്നിട്ട് ആദ്യം മാട്ടുപ്പെട്ടി ഡാം കണ്ടു. അത് കഴിഞ്ഞിട്ട് ടോപ്പ് സ്റ്റേഷനിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇനിയും പോകുന്നത് വട്ടവടയ്ക്കാണ്. വട്ടവട വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അവിടെ ആണ് പച്ചക്കറി കൃഷി ഇഷ്ടം പോലെ നടത്തുന്ന സ്ഥലമാണ്. പച്ചക്കറിയുടെ പാടങ്ങൾ അവിടെ ചെന്നാൽ കാണാം. വട്ടവട ദൃശ്യങ്ങളാണ്. നമ്മള് ടോപ്പ് സ്റ്റേഷനിൽ വന്നിട്ട് ആ വഴി തന്നെ നേരെ വരുമ്പോഴാണ് വട്ടവട വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ്. ഇല്ല ഇല്ല ആവത്തില്ല, കുഴപ്പമില്ല. ഫോറസ്റ്റിന്റെ ആണോ? പാമ്പാട് ഷോല നാഷണൽ പാർക്ക്, ഷോല നാഷണൽ പാർക്ക്. ഇതിനകത്ത് ഇവിടെ അപ്പുറത്ത് നമ്മൾ ആ സെക്യൂരിറ്റില്ലോ അവർ വേറെ ഒരു വണ്ടി കൊടുക്കും തനിച്ച് അവർ വീട്ടിൽ അവിടെ തിരിച്ചു തരണം. 800 രൂപ ഉണ്ട്. അവിടെ കൊടുത്ത് പോവില്ല. ഒരാൾക്ക് 800 രൂപ. വണ്ടി എവിടെ വരെ പോകും? ഇല്ല, അവിടെ അപ്പുറത്ത് കുറച്ച് ദൂരം പോകും. അതെ, ഒരാൾക്കല്ല, ഒരാൾക്ക് അല്ല ഒരു ചെറിയ വണ്ടിയുണ്ട്. ആ വണ്ടി അതെന്ത് വഴി പോകുന്നത്? ഒരാൾക്ക് വലിയ ടൗൺഷിപ്പ് വഴിയാണോ? വലിയ ടൗണാണ്. മറ്റവിടെ പഞ്ചായത്തായി. വട്ടവട ഗ്രാമമാണ് അല്ലേ, പഞ്ചായത്ത്. ഇവിടെ ഇതെല്ലാം ഉണ്ട്. ഇവിടെ ഇതുണ്ട്, ഈ പിന്നെ റിസോർട്ടൊക്കെ ഉണ്ടോ?
ഇവിടെ റിസോർട്ട് ഇവിടുത്തുള്ളവർ ഇവിടെ തങ്ങി ഇരുന്നിട്ട് ഇവിടെ കണ്ടിട്ട് ആ ഇവിടെ ആളുടെ ജീവിതത്തിലൊക്കെ കണ്ടിട്ട് ഇവിടെ നല്ല തണുപ്പാണ്. നമ്മൾ അവിടെ പോലെ തണുപ്പല്ല വന്നു തന്നെ ഇന്നലെ ഇഷ്ടമായിരിക്കില്ലേ അവിടെ ഇന്നലെ പച്ചക്കറി പച്ചക്കറി ഇതെല്ലാം പച്ചക്കറി നടത്തുന്ന സ്ഥലങ്ങളെ അതെയോ? വെള്ളച്ചാട്ടം ഇവിടെ ആണ്. കൂടി നമുക്ക് ചുറ്റി കറങ്ങുന്നത് അല്ലേ അവിടെ ഒരു റോഡുണ്ട് അല്ലയോ? വട്ടവട വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ. റഫായിട്ടുള്ള റോഡാണ്. ബീൻസാ ബീൻസ് ഇതെന്ത് ഇതെന്താ വില? വട്ടവടയിൽ നമ്മൾ ധാരാളമായി ഇങ്ങനെ കുടിൽ വ്യവസായമായിട്ട് ജാമൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നത് കാണാം. അതൊന്നും വാങ്ങരുത്. ജാമ്, വൈനൊക്കെ അതൊക്കെ വളരെ ദോഷകരമായ വസ്തുക്കൾ വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളാണെന്നാണ് അറിവുള്ളവർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊന്നും വാങ്ങി കഴിക്കരുത്. ഇതാണ് സ്ട്രോബെറി. ഇച്ചിരി വലിയായിട്ട് വരും പക്ഷെ മഴ ഇല്ല കാരണം കൊണ്ട് അങ്ങനെ എപ്പോഴും സ്ട്രോബെറി പച്ചക്കറി കൃഷിക്ക് പാടം ഒരുക്കിയിട്ടിരിക്കുന്ന കാണുന്നു. ഇപ്പോൾ ഉണക്കായതുകൊണ്ട് എല്ലാം ഒരുക്കിയിട്ടേക്കുക പാടമല്ല. സൂര്യകാന്തി ഉണ്ട്. സൂര്യകാന്തി 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 സ്വപ്നം കാണുവതാരി ഞങ്ങൾ വട്ടവട വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഭാഗത്തെത്തി. ദൗർഭാഗ്യവശാൽ ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് വെള്ളം വളരെ കുറവായിരുന്നു.
എങ്കിലും ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോയി വെള്ളച്ചാട്ടം ഒക്കെ കണ്ടു. വട്ടവട വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയാണ്. വളരെ ഇടുങ്ങിയ ഒരു കനാലിൻ്റെ കരയിൽ കൂടെ വേണം പോകാൻ. ഉണക്കായതുകൊണ്ടാണ്. ഇങ്ങോട്ട് മാറിക്കും, മാറാ ഇങ്ങോട്ട് മാറാ, ഞാൻ വീഡിയോ എടുക്കാം. ഭയങ്കര വലിയ മോഹത്തിൽ വന്നതാണ്. വേനലായതുകൊണ്ടാണ് വെള്ളം കുറവാണ്. ആ വെള്ളത്തിൻ്റെ അവിടോട്ടല്ലേ. അതിൻ്റെ കാര്യം ഞാൻ പറയണോ ഉണ്ണി? ഇതിൻ്റെ കാര്യം പറയണം കേട്ടോ. ഉണ്ണി വ്യൂ പോയിന്റ് നിൽക്കുക. മൂന്നാർ വ്യൂ പോയിന്റ് പേടിച്ച് നിന്നോനെ ഇപ്പം നട കാര്യം പറയണോ? എങ്ങനെയുണ്ട് മൂന്നാർ യാത്ര? വട്ടവട വെള്ളച്ചാട്ടം എങ്ങനെയുണ്ടായിരുന്നു? ഉണ്ടോ? ഇതെല്ലാം അവിടെ കൃഷിഭൂമികളാണ്. മഴ പെയ്യുമ്പോൾ ഇവിടെ എല്ലാം ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ബീൻസ് ഇതെല്ലാം നട്ട് ഇത് കേരളമല്ലയോ? കേരളത്തിലെ പച്ചക്കറിയുടെ കലവറയാ. ഇല്ലാതെന്തോ ഇല്ലാതെ ഡാമാണ് അറിയ. അല്ലാതെ എങ്ങനെയുണ്ട് വട്ടവട വെള്ളച്ചാട്ടം? ശോചനീയമായിരുന്നില്ലയോ? ശോകമുഖമായിരുന്നു. വെള്ളച്ചാട്ടം വലിയ വെള്ളമുള്ളപ്പോൾ ഇവിടെ നിന്ന് കാണാമായിരിക്കും ഇല്ലയോ? താഴോട്ട് പോയി പോകുന്നു. ഇപ്പം ഇതിൻ്റെ നിപ്പ് കണ്ടോണ്ടേ പോകാനൊന്നും അല്ല. വട്ടവട വെള്ളച്ചാട്ടം കഴിഞ്ഞ് മേൽപോട്ട് കയറി വരുമ്പോൾ ഉള്ള വ്യൂ പോയിന്റാണ് കേട്ടോ. മനോഹരം. വട്ടവട വ്യൂ പോയിന്റ്. വട്ടവട വ്യൂ പോയിന്റ് ഇല്ലേ? ചെറിയ ചെറിയ റിസോർട്ടുകളാണ്.
അതൊക്കെ വന്നു വരണമെങ്കിൽ നല്ല എഫർട്ടാണ്. നമ്മുടെ കയ്യിലും വേരിയും കൂടെ വന്നേക്കുന്നത് സ്ട്രോബെറി ഫാമിലൊക്കെ. ചെലന്തിയാർ വാട്ടർഫാൾസിലേക്ക് പോവുകയാണ് ഞങ്ങൾ. വട്ടവട ചെയ്തു. ഇതും വട്ടവടയാണോ? വട്ടവട ചെലന്തിയാർ വാട്ടർഫാൾസ്. ശാന്തി ഒരു പുതിയ ചെരുപ്പ് കണ്ടുപിടിച്ചു. പയ്യെ ഞാനും ഭാര്യയും അഡ്വക്കേറ്റ് എ ജയകുമാറും കുടുംബവും 30/3/2025 തീയതിയിൽ മൂന്നാർ കുണ്ടള ഡാമിൽ ആദ്യം പോയി. അതിനുശേഷം മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ പോയി. അതിനുശേഷം വട്ടവടയിൽ പോയി വട്ടവട വാട്ടർഫോൾസ് കണ്ടു. അതിനുശേഷം ഞങ്ങൾ പോകുന്ന സ്ഥലമാണ് ചിലന്തിയാർ വാട്ടർഫോൾസ്. ഞങ്ങൾ ജീപ്പിലാണ് പോയത്. ചിലന്തിയാർ വാട്ടർഫോൾസ്, അതിൻ്റെ മുകളിലായിട്ട് ഒരു പ്രകൃതിദത്ത ഗുഹയുമുണ്ട്. പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്, കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. ഇതാണ് വാട്ടർഫോൾസ്. പോളുണ്ടോ? ആ, കുഴപ്പമില്ല. ഒന്ന് വീഴാൻ തുടങ്ങി. അതുവഴി കിടന്നു. ഒത്തിരി വെള്ളം. അവർ പതുക്കെ വരണം. ഒത്തിരി നടക്കണം. ഓ, അവർ വരത്തില്ല. മേളിൽ ഞങ്ങൾ ഗുഹ കാണാൻ പോവാം. ജയകുമാറും ഭാര്യയും മകളും എൻ്റെ ഭാര്യയും കണ്ട് അതാ വരുന്നു. മുക്കാലി മരങ്ങൾക്കിടയിൽ എന്താ? ആ, ഇതാണോ? ഇതാണോ? എന്താ ചിലന്തിയാർ വാട്ടർഫോൾസിന് മുകളിലല്ലയോ? ചിലന്തിയാർ വാട്ടർഫോൾസിന് മുകളിലായിട്ടുള്ള ഒരു പ്രകൃതിദത്തമായ ഗുഹയാണ്. ഗുഹ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും
അവിടെന്താ ഈ തന്നെ പോലെ ആ ആ നമ്മളെ ഇത്ര ഇതല്ല ഓ വേണ്ട വേണ്ട ഏതെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇഴജന്തുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ അതൂടെ ആണോ വേണ്ട ഇഴജന്തുക്കൾ വല്ലതും ഉണ്ടെങ്കിലേ ഓഹോ ഹോ ഓ ആ താഴേന്ന് ഇതുവഴി കയറാം അല്ലേ ആ ഞാൻ വൃക്ഷമൊക്കെ നിൽക്കുന്നുണ്ട് ഇതല്ല പാറയെ പിടിച്ചേ നല്ല സൗന്ദര്യമുണ്ട് പിന്നെ അതെ അതെ ഓരോന്നിനും ഓരോ സൗന്ദര്യമാണ് അതെ അതെ ഇനി അങ്ങോട്ട് എന്തോ ആ ചെലന്തിയാർ വാട്ടർഫോൾസിന്റെ മോൾ വശം ഇല്ലയോ മഴയത്തൊക്കെ ഭയങ്കര വെള്ളമായിരിക്കും ഇല്ലയോ ഓ ആ അത് വെള്ളം അടിച്ച് ഒഴുകിയാണ്ട തേഞ്ഞ് കേട്ടോ തേഞ്ഞ് അതെ അതെ കണ്ടോ തേഞ്ഞ് ഇറങ്ങുന്നുണ്ടോ കണ്ടോ ഇത് കണ്ടോ ആ ഞാൻ നമ്പർ തരാം ഞാൻ അയച്ചു തരാം ഈ വേരുകളുടെ ഒരു ഇത് കണ്ടോ വേരേ കണ്ടോ അതെ അതെ ആ ആ എനിക്കേ ഞങ്ങളതിൽ കയറിയില്ല ഞങ്ങൾ കയറുന്നത് ആ അടിപൊളി ആ